മനസ്സിനും പലപല വിഷയങ്ങൾ കാരണം മനസ്സിനെ കുറിച്ച് വേദനിക്കേണ്ട അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ സംസ്കൃതിക്കുക ഋതുകാല വിഷയങ്ങൾ, അലർജിക് രോഗങ്ങൾ പലരും, ത്വക്ക് രോഗങ്ങൾ, അതുപോലെ തന്നെ മറ്റേ സച്ചിന്റെ വിഷാദബാധ, സർപ്പബാധ, ബാലകശപീഠ, മൂലപീഠ, പ്രേതപീഠ, അതുപോലെ സൂയിസൈഡ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ സാന്നിധ്യം അത് കാണാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ അവർ ഇൻഫ്ലുവൻസ് കാരണമാണ് ചെയ്യുന്നത്. രാഹുവിന്റെ ദശ അവഹാര കാലഘട്ടങ്ങളിൽ അതായത് മാനസിക വിക്ഷോഭം മനസ്സിനെ പതിർക്കുകയും ഒരു കാരണവശാലും ഈ കാലഘട്ടങ്ങളിൽ ഈശ്വരനെ ഡിപ്പെൻഡ് ചെയ്യുകയല്ലാതെ ഒരാളിന് അല്ലെങ്കിൽ മദ്യം, മയക്കുമരുന്ന്, സ്ത്രീ അല്ല പുരുഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ റിലയം ചെയ്യരുത്. ചെയ്താൽ ഇതിനെ കയറി വരാൻ പറ്റില്ല. പിന്നീട് പുതിയൊരു കുറ്റബോധമാവും. അതിൽ നിന്ന് കരകയറാൻ പറ്റാതെ വീണ്ടും നിങ്ങൾ അതിലേക്ക് പോകുന്ന ഒരു മടുപ്പ് ജീവിതത്തിൽ ഉണ്ടാവും. അങ്ങനെ സൂയിസൈഡ് ടെൻഡൻസി, ഡിപ്രഷന്റെ ഒരു സ്റ്റേജിലെത്തി സൂയിസൈഡ് പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്താനുള്ള സാധ്യത. അപ്പോൾ വളരെ തുണി കഴിക്കുന്നതിന്റെയും വിഷം കഴിക്കുന്നതിന്റെയും ഒക്കെ സൂചന വരുന്ന കാലത്താണ് ഈ പരിഹാരം ചെയ്താൽ ഇതുപോലെ അനുഗ്രഹിക്കുന്ന ഒരു ഗ്രഹം തന്നെ. അതുകൊണ്ട് തന്നെ ആശ്രയിക്കാൻ രാഹുവിന്റെ പരിഹാരം. രാഹുവിന്റെ പരിഹാരത്തിൽ കിടക്കുന്നത് എന്റെ പേഴ്സണൽ രാഹു എന്റെ ജാതകത്തിൽ സ്വാധീനിച്ചതും പരിഹാരം ചെയ്തിട്ടുണ്ടായ മാറ്റവും എത്രയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതെന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇത് അറിഞ്ഞുകൊണ്ട് ഞാൻ സമയം മുതൽ അത് കൃത്യമായി ചെയ്യുകയും വളരെ ശ്രദ്ധ പുള്ളിയെ ആ ഒരു ബോധം, ആ ഒരു കോൺഷ്യസ് രാഹുവിന്റെ ഒരു പ്ലെയിൻ ഞാൻ അനുഭവിക്കുകയും ചെയ്യും. അതിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീകാളഹസ്തി ക്ഷേത്രം. ഈ രാഹു കേതു ദോഷമുള്ളവർ, അതായത് കാലസർപ്പദോഷമുള്ളവർ, കാലസർപ്പദോഷമുള്ളവർ മാത്രമല്ല, നിങ്ങൾ ശരിക്കും അവിടെ അതായത് കാലസർപ്പ് സൂചിപ്പിക്കുന്ന പ്രാണസ്വരൂപനായ വായുസ്വരൂപനായിട്ടുള്ള സർപ്പങ്ങളും ആരാധിക്കുന്ന വായുലിംഗമാണ് ശരിക്കും ശ്രീകാളഹസ്തി. പഞ്ചഭൂതങ്ങളിൽ വായുസ്ഥാനമുള്ള സ്ഥലമാണ്. അവിടെ പോയി നിങ്ങൾ രാഹുഗുരു കഴിക്കുന്നത് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വർഷത്തിലൊരിക്കലും നിങ്ങൾ ചെയ്താൽ രാഹു സംബന്ധമായിട്ടുള്ള ദോഷത്തിൽ വലിയ പരിഹാരം ആണ്. അത്രയും ചൈതന്യം, സൂക്ഷ്മശക്തി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് കാളഹസ്തി. ഇതൊന്നും അതല്ലാതെ സർപ്പക്കാവ് ആരാധന നടത്താം. അതേപോലെ മണ്ണാർക്കര വെട്ടിക്കൂട്ട് പൗർണ്ണക്കാവ്, അല്ലെങ്കിൽ അനന്തൻകാവ്, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ സപ്പാരാധന സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഇതൊക്കെ ചെയ്യുന്നത് വളരെ വിശേഷമായിരിക്കും. മാറ്റരുത്, ചെയ്യണം. തത്വങ്ങളുടെ വിഷയത്തിൽ പ്രതീക്ഷാണെങ്കിൽ പോലും തത്വത്തിൽ മുഴുവൻ കഴിക്കുന്നത് വളരെ വിശേഷമാണ്. സപ്പക്കാവുകളിലൊക്കെ അത് ചെയ്യാം, ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ടത് ചെയ്യണം, ചെയ്യുന്നത് തമിഴ്നാട്ടിൽ നവഗ്രഹ ക്ഷേത്രത്തിലെ രാഹുവിന്റെ ക്ഷേത്രത്തിൽ വിശേഷമാണ്. അതെല്ലാ സ്നാനം ചെയ്യുന്നത് നമ്മൾ മറ്റു ഗ്രഹങ്ങളുടെ പറഞ്ഞതുപോലെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ രാഹുവിന്റെ ഔഷധം ഇതൊക്കെയാണ് ഔഷധ സ്നാനത്തിലുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഗജപദം, പാൽച്ചോരി, എഴുചെടിയുടെ ഇല്ല, മുത്തങ്ങ, കസ്തൂരി, കുരുവക്കായ, ഹരിതാരം, മലയോല, ഇരുവേരി തുടങ്ങിയവ ഇട്ട് തിളപ്പിച്ച വെള്ളം 4 മാറ്റി അത് കലശം കുടിച്ച് അഭിഷേകിക്കുന്നത് വിശേഷമാണ്. അതുപോലെ തന്നെ ചെമ്പകം ഇട്ട് കലശത്തിലിട്ട് തിളപ്പിച്ച വെള്ളം അത് രാഹുവിന്റെ കഴിച്ചിട്ട് അഭിഷേകം കഴിക്കുന്നത് വിശേഷമാണ്. രാഹുവിന്റെ വസ്ത്രം നിറഞ്ഞ ഗ്രേ അല്ലെങ്കിൽ ബ്ലാക്ക് ഗ്രേ നിറമാണ് രാഹുവിന്റെ. രാഹുവിന്റെ നമ്പർ 4 വരുന്നത് രാഹുവിന്റെ നമ്പറാണ്. അതേപോലെ ഗ്രേ വസ്ത്രങ്ങൾ, ഗ്രേ കളർ, പുകയുടെ കറുപ്പുമല്ലാത്ത വരുന്നത്. അതുപോലെ ശരിക്കും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, നീല പുഷ്പങ്ങൾ, അതുപോലെ തന്നെ അധികം
അതിദേവതയായിട്ടുള്ള നാഗരാജാവ് നാഗേശ്വരന്റെ ഇഷ്ടപുഷ്പമായിട്ടുള്ള പൂക്കുല അടയ്ക്കാമരത്തിന്റെ പൂക്കുലകൊണ്ടുള്ള പൂക്കുലകൊണ്ടുള്ള അടച്ചയും മാലയും ഒക്കെ അദ്ദേഹത്തിന് വിശേഷമാണ്. അത് സമർപ്പിക്കുന്നത് അങ്ങനത്തെ ചെയ്യുന്നതൊക്കെ വിശേഷമാണ്. കൂടുതൽ മൂലനിറം ഉള്ള പൂക്കൾ. അതുപോലെ തന്നെ വൈഷ്ണവ തത്വങ്ങളാണെങ്കിൽ അനന്തത്തിൽ നിന്നുള്ള തത്വമാണെങ്കിൽ വൈഷ്ണവ പുഷ്പങ്ങൾ, ശൈവ തത്വങ്ങളാണെങ്കിൽ ശൈവ പുഷ്പങ്ങളുമാണ്. പൊതുവെ ഈ വൈഷ്ണവ തത്വങ്ങൾ വൈഷ്ണവ ബന്ധമുള്ള രാഹുവിനെക്കാട്ടിലും കൂടുതൽ ആ ശൈവ ബന്ധമുള്ള രവി ശനിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന രാഹു വളരെ ഡേഞ്ചറാണ്. ഭയങ്കര ഉഗ്ര സ്വരൂപിയാണ്, ഭയങ്കര കോപമാണ്. അത് നിങ്ങൾ ഓർത്തെടുത്തിട്ട് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ. അതുപോലെ ഗോമേതകമാണ് രാഹു മോക്ഷ ശാന്തി ഗോമേതകം ചെയ്യാമെന്നാണ് ധരിക്കുന്നത്. ഗോമേതകം മേടിച്ച് ശുദ്ധി വരുത്തി അത് കൃത്യമായ കാലത്തിൽ വാങ്ങി ശുദ്ധി വരുത്തി അതിൽ രാഹുപൂജയൊക്കെ നടത്തി അത് തത്വങ്ങളിൽ നടക്കുന്നത് വെച്ച് പ്രാർത്ഥിച്ച് അത് വേണ്ടത് ചെയ്ത് ധരിച്ചത് വിശേഷമാണ്. വളരെ ശുദ്ധി വേണ്ട ദേവതയാണ് സർപ്പപൂജ. സർപ്പസംബന്ധമായിട്ടുള്ള വ്രതം ഇതൊക്കെ ചെയ്യുന്നത് ഐര്യവ്രതം അല്ലെങ്കിൽ രാഹുപൂജ രാഹുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നിഷ്ഠയും ശുദ്ധിയും നന്നായിട്ട് പാലിക്കണം. രോഗമായിട്ട് വരാനുള്ള സാധ്യതയില്ല. പിന്നെ രാഹു ദോഷ ശാന്തിക്കായിട്ട് ഏത് ദിവസവും വ്രതം അനുഷ്ഠിക്കണം എന്ന് ചോദിച്ചാൽ രാഹു ഏത് ഗ്രഹത്തിന്റെ കൂടാണ് യോഗം ചെയ്തിരിക്കുന്നത്, ഏത് നക്ഷത്രത്തിലാണ് ആ നക്ഷത്രാധിപന്റെ ദിവസം നിങ്ങൾ ശുഭകര യോഗത്തിൽ ശുഭകര രാശി ശുഭ നക്ഷത്രത്തിലൊക്കെയാണ് ചൊവ്വാഴ്ച ദിവസം രാഹുദോഷ ശാന്തിക്കാരെ പരിഹാരം ചെയ്യാം. ഈ ദിവസങ്ങളിൽ രാഹുകാല സമയങ്ങൾക്ക് സപ്തക്ഷേത്രങ്ങളിൽ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും അഷ്ടമാംഗങ്ങളോട് സപ്തസൂത്രവും ഒക്കെ ധാരാളം ചെയ്യുകയും ഒക്കെ ചെയ്യാം. രാഹുവിന്റെ പൂജയ്ക്ക് പൊതുവെ മാംസമാണ് അതിന്റെ ഉപയോഗിക്കുന്നത്. വീരാരാധകരായിട്ടുള്ള ആൾക്കാർക്ക് രാഹുവിന്റെ കഴിയും മാംസം തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ സൗകര്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉപ്പ് ചേർക്കാത്ത ആളാൽ മാംസസജീവമായിട്ട് രാഹു ഉപയോഗിക്കും. രാഹു പ്രീതിക്ക് 300 കുത്തി കെട്ടിയ കാവുകയാണ് കൊടുക്കുന്നത്. കൂടുതലാണ് രാഹുവിന്റെ ദാനം. ഗോമേതം, അശ്വം, അതുപോലെ വിവാഹ വിഷയത്തിൽ പ്രണയ വിവാഹങ്ങളിലൊക്കെ സപ്പോർട്ട് ചെയ്തു വരുന്നത് അതിനൊക്കെയുള്ള രാഹു വളരെ ഇഷ്ടമാണ്. ഇത് പ്രണയവിവാഹമൊക്കെ ആണെങ്കിൽ രാഹുകാലത്തിൽ നടക്കുന്നത് ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ രാഹുവിന്റെ ഒരുപാട് മന്ത്രങ്ങൾ സ്തോത്രങ്ങൾ ഒക്കെ വ്യാഴബന്ധമുള്ള രാഹു ഗ്രന്ഥം അല്ലെങ്കിൽ പത്മനാഭസ്വാമിയുടെ അനന്തശയനായ വിഷ്ണു അതൊക്കെ രാഹു പൂജിക്കുന്നില്ല. വൈഷ്ണവ ബന്ധമുള്ള രാഹു വിഷ്ണുവുമായിട്ട് അതായത് വ്യാഴവുമായിട്ട് യോഗം ചെയ്യാനുള്ള അതൊക്കെ ചെയ്യാം. ഇല്ലെങ്കിൽ തെറ്റിക്കോട് നാഗശാല തുടങ്ങിയിട്ടുള്ള ക്ഷേത്രങ്ങൾ രാഹു ബന്ധമുള്ള ശിവക്ഷേത്രങ്ങൾ ഇതൊക്കെ ഇതിന് ആരാധിക്കാവുന്നത് നന്നായിരിക്കും. ദശമഹാവിദ്യകളിൽ ചിന്നമസ്ത എന്ന ദേവതയാണ് രാഹുവിന്റെ ദേവത. അതേപോലെ അഷ്ടോത്തര ശതമുണ്ട്, അതേപോലെ നാഗരാജാവിന്റെ അഷ്ടോത്തര ശതമുണ്ട്, അഷ്ടനാമ മന്ത്രങ്ങളുണ്ട്. ഒരുപാട് മന്ത്രങ്ങൾ ആചാര്യരുടെ അല്ലെങ്കിൽ നാമങ്ങൾ തിരിച്ചാൽ അഷ്ടോത്തര നാമങ്ങൾ രാഹുവിന്റെ തിരിച്ചാൽ അതൊക്കെ തിരിച്ച് സപ്തക്ഷേത്രങ്ങളിൽ പോയിട്ട് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് പോവുക. സപ്തക്ഷേത്രത്തിൽ അതുപോലെ തന്നെ ആവാമ ക്ഷേത്രങ്ങളിലെ കാവുകളും ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അതിൽ പങ്കുവയ്ക്കുകയും വേണ്ട പരിഹാരങ്ങൾ ചെയ്യുകയും നിങ്ങൾക്ക് സാധിക്കുകയും ഈ കാവുകളും കഴിയുമെങ്കിൽ എല്ലാ മാസവും പോയി പോവുകയും ചെയ്താലും അതൊരു നല്ല കാര്യം തന്നെയാണ്. ഈ ജീവിത രീതിയിൽ പ്രധാനമായിട്ടും രാഹു ദശ അപഹാര കാലങ്ങൾ പ്രധാനമായിട്ടും ഫാൻറ്റസികളിൽ തല ചോദിക്കരുത് പാടായിരിക്കും. അതുപോലെ സെൻസേഷണലായിട്ടുള്ള സബ്ജക്റ്റുകൾ അഭിപ്രായം പറയുക